മാം PDF ഇട്ടിട്ടുണ്ട്. Good afternoon, Miss. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? മാം വരാത്തോണ്ടാണോ അതോ റേഞ്ചിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കോ? Good afternoon all. ഒരു ചെറിയ അതുകൊണ്ടാണ് ഇതായത്. Good afternoon, ma'am. Good afternoon, Good afternoon, ma'am. Good afternoon, ma'am. Ma'am. ഓക്കെ, ഇത്തിരി ലേറ്റ് ആയി കാരണം ഒരു ചെറിയ നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്റെ പേര് പരിചയപ്പെടാം നമുക്ക്. എന്റെ പേര് സോളി എന്നാണ്. സോയൽ വൈ. ക്ലിയർ അല്ലേ? വോയിസ് ഓക്കെ അല്ലേ? മാം ക്ലിയർ അല്ല. ക്ലിയർ ആയി കേൾക്കുന്നില്ല. ക്ലിയർ അല്ല. മാം ക്ലിയർ അല്ല. ഓക്കെ, ഒന്നുകൂടി പറയാം. ഹലോ, എന്റെ പേര് സോളി എന്നാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോന്നുണ്ടോ? ഇല്ല. ക്ലിയർ ആവുന്നുണ്ടോ? Okay, ma'am. കട്ടായി പോകും. ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഫീൽ ചെയ്യുന്നുണ്ട്. നോക്കാം, എന്തായാലും കുഴപ്പമുണ്ടാവില്ല. കഴിഞ്ഞ ക്ലാസ് ഒക്കെ നന്നായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയതായിരുന്നു. എന്താണെന്നറിയില്ല, ചെറിയൊരു ബ്രേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അത് ചെയ്യുക. സപ്ലൈ ഇപ്പൊ തന്നെ മാറുമായിരിക്കും. ഓക്കെ, അപ്പോ നമുക്കറിയാം ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അല്ലെ? വ്യത്യസ്ത ടീച്ചേഴ്സ് ഒക്കെ നിങ്ങളെ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എന്റെ പേര് സോളി. കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കാം. SOLY, സോളി. ഓക്കെ, നമ്മളെ വ്യത്യസ്ത ഡിസ്ട്രിക്റ്റിലുള്ളവരാണ് നിങ്ങൾ എല്ലാവരും അല്ലെ? എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളവരുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഓക്കെ, എനിവേ പല ഡിസ്ട്രിക്റ്റുകളുള്ളവർ തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും സ്പീഡ് കൂട്ടുകയോ പറയുന്നത് മനസ്സിലാവാതിരിക്കുകയോ ഒക്കെ ഉണ്ടെങ്കിൽ പാലക്കാടുണ്ട്, ഇടുക്കിയുണ്ട്. വ്യത്യസ്ത ഡിസ്ട്രിക്റ്റിലുള്ളവരാണ്. അപ്പൊ ആ ലാംഗ്വേജസ്, നമ്മുടെ ലാംഗ്വേജ് തന്നെ ഒരു പക്ഷെ എന്താണ് ഇച്ചിരി സ്പീഡ് കൂടുതലൊക്കെയാണെന്ന് ഫീൽ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത് ക്ലാസ് ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാനൊക്കെ ആവശ്യപ്പെടാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് നമുക്ക് പോവാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊരു ലാസ്റ്റ് ടൈമില് എന്തായാലും ഒരു മിനിറ്റ് നിങ്ങൾക്ക് അൺമ്യൂട്ട് ആക്കിയിട്ടുള്ള ഒരു അവസരമുണ്ട്. ആ ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിയറിങ് അല്ലെ നടത്താനൊക്കെ ആയിട്ടുള്ള അവസരമുണ്ട്. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനൊക്കെ മെസ്സേജ് ചെയ്യാം. എന്തെങ്കിലും മനസ്സിലാവാത്തതൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്റെ വോയിസ് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെയാണ്. ഓക്കെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരെയും ഓൺമ്യൂട്ട് ആക്കിയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1-2 ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണ് അല്ലെ? അപ്പോ ഡിസ്റ്റർബുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓൺമ്യൂട്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നത്. എനിവേ ക്ലാസ്സിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിലും മെസ്സേജുകൾ അയക്കാം. നമ്മൾ എന്താ പറയാ, ഓൺലൈൻ ആണെങ്കിലും അത്യാവശ്യം ലിങ്കുകളോടുകൂടി തന്നെ മെസ്സേജിലൂടെയെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ് ചെയ്യുകയുള്ളൂ. അപ്പോ പരമാവധി കോപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഫസ്റ്റ് ചാപ്റ്റർ. എല്ലാവരും കയ്യിൽ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടോ? ഇല്ല മാം. ഇല്ല. എനിവേ എന്തെങ്കിലും നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ നോട്ട് ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട് അല്ലെ?
അപ്പൊ എന്നാലും നമുക്ക് സ്ലോ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പോവാം തന്നെ പറയുന്നവരുണ്ട്. ഓക്കെ, അപ്പൊ കുറെ പേർക്കില്ല, കുറച്ച് പേർക്കൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോകണമെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. ഞങ്ങൾ പറയുന്നത് ഈ ക്ലാസ് എടുക്കുന്നതോടൊപ്പം തന്നെ ടെക്സ്റ്റിൽ നോട്ട് ചെയ്ത് പോകാനായിട്ടാണ് മോസ്റ്റ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്കറിയാം ഒരുപാട് ടോപ്പിക്സുകൾ ഇത്രയും സമയത്തിനുള്ളിൽ എടുത്ത് തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ അതിന്റെ മുകളിൽ നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എനിവേ കിട്ടാത്തവര് ജസ്റ്റ് ഒന്ന് ഇപ്പോ സഹകരിക്കാം, നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, മറ്റേ വേറൊന്നും ആരാണ്? എന്താണ് ഗോകുല കൃഷ്ണ? എന്താണ്? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഒരുപാട് പേര് ഉള്ളത് കൊണ്ട് തന്നെ വോയിസ് അത്രയും ആവുന്നില്ല. ഇവിടെ സിസ്റ്റത്തിലല്ല, അല്ല നമ്മൾ എഴുതിയിരിക്കുന്നതാണ് ചോദിക്കുന്നത്. എഴുതിയെടുക്കുന്ന നോട്ട്സ് ഒന്നും അഡീഷണൽ ആയിട്ടൊന്നും തരുന്നില്ല. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ക്യാച്ച് ചെയ്ത് പോകാം. വലിയ പ്രശ്നമില്ല. ഞങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് തരുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി പോകും. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, വേറെ സൗണ്ട് ഉള്ളത് ഡിസ്റ്റർബ്, ഒരുപാട് പേര് മൈക്ക് അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാവരെയും മ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആവും. ഇപ്പൊ നിങ്ങൾ ക്ലിയർ അല്ലേ വോയിസ്? ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഓർമ്മയോട്ട് കൊടുത്തിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുക. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ലെസൺ പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലാണ് അല്ലെ? നിങ്ങൾ സ്പീഡ് കൂടുകയോ, എല്ലാവർക്കും നമുക്കറിയാം വ്യത്യസ്ത പ്ലേസുകളിൽ നിന്നുള്ളവരാണ്, വ്യത്യസ്ത ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് അല്ലെ, ചിലർക്ക് സ്പീഡിൽ ക്യാച്ച് ചെയ്യാൻ പറ്റും, ചിലർക്ക് സ്ലോയിലായിരിക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുക. എനിവേ അതുകൊണ്ട് തന്നെ നമ്മളൊരു മിനിമം എല്ലാവരും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ക്ലാസ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും മനസ്സിലാവുന്നില്ല എങ്കിലൊക്കെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളില് നമ്മുടെ ആദ്യ കാലഘട്ടങ്ങളൊക്കെ എടുക്കുമ്പോഴും എന്താ പറയാ, ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്ക് മതിയായ ഷെൽട്ടറുകളില്ല അല്ലെ, നമുക്ക് മതിയായ ഫുഡില്ല, മതിയായ ഷെൽട്ടർ ഇല്ല, വാസസ്ഥലം ഒന്നുമില്ലാതെ വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ തരണം ചെയ്തിരുന്ന ഒരു പഴയ കാലഘട്ടത്തിൽ നിന്നാണ് ഇന്ന് നമ്മൾ മൂവ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് മുമ്പ് എന്താ പറയണേ, വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലഘട്ടമായിരുന്നു അല്ലെ. ആ കാലഘട്ടങ്ങളെ സംബന്ധിച്ച് എന്താ പറയാ, വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടാണ് അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെ നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ചരിത്രം അല്ലെ. അത് ഹോസ്പിറ്റലിന്റെ ചരിത്രത്തെ കുറിച്ചിട്ടാണ് ഈ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഇതില് ഒരു 1-2 പേജസേ ഉള്ളൂ. പക്ഷെ ചെറുതായിട്ട് ഹിസ്റ്ററി അറിയാം, എന്താ പറയാ, നമുക്ക് അത്രയും താല്പര്യമില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ഇരിക്കാനായിട്ട് ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇവയെ നമ്മൾ ആലോചിച്ചാൽ മതി. പഴയ കാലഘട്ടങ്ങളിൽ നമുക്ക് എന്താ പറയുക, വാസസ്ഥലവും ഭക്ഷണവും എല്ലാം ബുദ്ധിമുട്ടേറിയ ആ കാലഘട്ടത്തില് വൈദ്യശാസ്ത്രത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത് ദുഷ്കരമായ കാര്യമാണ്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാര്യന്മാര് അല്ലെ, നമ്മുടെ മഹർഷിമാര് അല്ലെങ്കിൽ ആചാര്യന്മാര്, പുരോഹിതന്മാര്, അവരൊക്കെയാണ് നമ്മുടെ ഒരു ജനതയെ അല്ലെ ഓരോ വിഭാഗത്തിന്റെയും മേലാധികാരികളായിട്ട് മാറിക്കൊണ്ടിരുന്നത്. അപ്പൊ അവരിൽ നിന്നാണ് വൈദ്യശാസ്ത്രം ഉടലെടുത്തതെന്നാണ് പ്രധാനമായിട്ടും ഹിസ്റ്ററിയിൽ പ്രതിപാദിക്കുന്നത്. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു ചോയ്സുകളൊന്നുമില്ല. ആ കാലഘട്ടങ്ങളിലെല്ലാം എങ്ങനെയെങ്കിലും ഫുഡ് കഴിക്കണം, എങ്ങനെയെങ്കിലും ഉറങ്ങണം അല്ലെ, എങ്ങനെയെങ്കിലും വന്യജീവി ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും അഭയം തേടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു ഒറ്റ ചിന്താഗതിയിലാണ് ജീവിച്ചു പോകുന്നത്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ വൈദ്യശാസ്ത്രത്തിന് അത്ര പുരോഗതികളൊന്നും ഇല്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? കേളേ എന്തെങ്കിലും? ഓക്കെ, അപ്പോ നമ്മള് എന്താ പറയുന്ന ആ ഒരു രീതി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ചാപ്റ്ററിലേക്ക് കിടക്കാം. അതിലെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ആ കാലഘട്ടങ്ങളിലെ മഹർഷിമാരും മുനിമാരും അല്ലെങ്കിൽ പുരോഹിതന്മാരൊക്കെയാണ്
ഈ ഒരു വൈദ്യശാസ്ത്രത്തിന് മുന്നോടിയായിട്ട് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്നവരെന്ന് പറയുന്നു. അത് മാത്രമല്ല എന്തെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങുകൾ അല്ലെ ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിലുള്ള ചടങ്ങുകൾ നടത്തുന്ന പ്ലേസുകളൊക്കെ തന്നെയായിരുന്നു ഈ വൈദ്യശാസ്ത്ര കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്ലേസ് എന്ന് പറയുന്നു. ഇതാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ എടുത്ത് പറയുന്നത്. ഹോസ്പിറ്റൽ ഓഫ് ഏർലി ഇറ BC 500 AD. നോക്കാം. Early medical treatment was always recognized as a religious service and ceremonies. അവിടെ പഴയ കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മതപരമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ രീതിയിൽ തന്നെയാണ് അംഗീകരിച്ച് കൊണ്ടുപോകുന്നിരുന്നത്. എന്താ പറയുന്നത്, priest were also physicians or medicine men caring for us മൈൻഡ് ആൻഡ് ബോഡി. അപ്പൊ ആ കാലഘട്ടങ്ങളിലെ പുരോഹിതന്മാര് അല്ലെങ്കിൽ മഹർഷിമാര് അങ്ങനെയുള്ള പേഴ്സൺസ് ആണ് എന്തെന്ന് പറയുന്നത് ഫിസിഷ്യന്മാരായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നിരുന്നത്. അവരെങ്ങനെയാ ജീവിതം അനുഷ്ഠിച്ചു പോന്നിരുന്നത്? പണ്ടകാലത്ത് മഹർഷിമാരെയും മുനിമാരെയൊക്കെ നമ്മളിപ്പോ PSCക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അല്ലെ, ആ ഒരു കാലഘട്ടത്തിലെ മഹർഷിമാരെയും കാര്യങ്ങളൊക്കെ ചരിത്രത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ആ കാലഘട്ടത്തില് അവര് ഒരുപാട് അല്ലെ നാള് ധ്യാനവും കാര്യങ്ങളും ആത്മീയമായിട്ടൊക്കെ ഒരുങ്ങി നിന്ന് ശാരീരികവും മാനസികമായിട്ടും ആത്മീയമായിട്ടൊക്കെ വളരെ അല്ലെ നല്ല രീതിയിൽ തന്നെ കെയർ കൊടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ആചാര്യന്മാരായിരുന്നു. അപ്പോ അത്തരത്തിലുള്ള ആ ആചാരത്തിൽ നിന്ന് അല്ലെ ആ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നാണ് വൈദ്യശാസ്ത്രം ഉടലെടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ priest or doctors came under the ruling class with great political influence. നമുക്കറിയാം അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ഒരു അല്ലെ ഒരു ആദിവാസി ഗോത്രങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ അറിയാം അവിടെയൊക്കെ എന്താണ് തീർച്ചയായിട്ടും എന്താണ് അവരുടെ തലവന്മാരുണ്ട് അല്ലെ, തലവന്മാരുണ്ടാവുകയും അപ്പൊ അവര് പറയുന്നത് ഉൾക്കൊള്ളാനായിട്ടായിരിക്കും അവിടെയുള്ള ആ ഗണത്തിലുള്ള വ്യക്തികളെല്ലാം തയ്യാറാവുന്നത്. ക്ലിയർ അല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? അങ്ങനെയല്ലേ നമ്മള് ഈ കാലഘട്ടങ്ങളിലാണെങ്കിലും ഗോത്ര തലവന്മാരെ ഉൾക്കൊള്ളുന്നവരായിരിക്കും ആ സമൂഹം മൊത്തം. അപ്പൊ നമ്മൾ പഴയ ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഒരു ഹോസ്പിറ്റൽ സ്റ്റൈലിനെ കുറിച്ചിട്ടല്ല. അപ്പൊ പഴയ കാലഘട്ടത്തിൽ ഒരു തലവന്മാരൊക്കെ ഉണ്ട്, അത് ആചാര്യന്മാരോ ഇത്തരത്തിലുള്ള മഹർഷിമാരോ പുരോഹിതന്മാരോ ഒക്കെ ആയിരുന്നു. അവരെ ഫോളോ ചെയ്യാനായിട്ട് എല്ലാവരും തയ്യാറായിരുന്നു. അവരെന്താണ് ഗ്രേറ്റ് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, അവർക്ക് അവർ പറയുന്നത് അല്ലെ ഒരു എന്താ പറയാ അവരെ രാഷ്ട്രീയമായിട്ട് എന്ന് വെച്ചാൽ എല്ലാവരെയും അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും തയ്യാറായ ഒരു ജനത അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ടെമ്പിൾ ഓർ ഹോസ്പിറ്റൽ വെയർ ഓൾസോ മീറ്റിംഗ് പ്ലേസസ്. അപ്പൊ അതിൽ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്ലേസുകളൊന്നുമില്ല അല്ലെ, ട്രീറ്റ്മെന്റ് ഒക്കെ നടത്താനായിട്ട് പ്രത്യേകിച്ച് പ്ലേസുകളൊന്നുമില്ല ആ കാലഘട്ടങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്ന പ്ലേസ് തന്നെയാണ് ഈ വൈദ്യശാസ്ത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചു കൊണ്ടിരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് പാരഗ്രാഫ് ഓക്കെ ആണോ? ഓക്കെയാണോ? എങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോന്ന് നോക്കാം. ഇല്ല, അതില് പ്രത്യേകിച്ച് പോയിന്റ്സ് ഒന്നും ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല. ജസ്റ്റ് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. എന്താണ് അല്ലെ ഒരു ഹിസ്റ്ററി, വൈദ്യശാസ്ത്രം എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നേ ഉള്ളൂ. കേളേ, നെക്സ്റ്റ് താഴേക്ക് പോകാം. ഫസ്റ്റ് പറയുന്നത് മെസോപ്പൊട്ടേമിയ ഹോസ്പിറ്റൽ. എന്താണ് മെസോപ്പൊട്ടേമിയ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നോക്കാം. മെഡിസിൻ ആസ് ആൻ ഓർഗനൈസിംഗ് ബീയിങ് ഫസ്റ്റ് appeared 4000 years ago in the ancient region of Southwest Asia known as Mesopotamia. അപ്പൊ മെസോപ്പൊട്ടേമിയ എന്നറിയപ്പെടുന്ന ഒരു തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ പുരാതന പ്രദേശത്ത് അല്ലെ
ഒരു പുരാതനമായിട്ടുള്ള നമുക്കറിയാം മെസോപ്പൊട്ടേമിയയെ കുറിച്ചിട്ടൊക്കെ സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചു പോകുന്നൊക്കെ എന്താണ് ഇല്ലേ? പഠിച്ചു പോന്നിട്ടുണ്ടോ? മെസോപ്പൊട്ടേമിയയെ കുറിച്ചൊക്കെ സ്കൂൾ ലെവലിലൊക്കെ പഠിക്കാറില്ലേ? ഇല്ലേ? ഇപ്പോഴും കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മെസോപ്പൊട്ടേമിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിപുരാതനമായിട്ടുള്ള ഒരു എന്താണ് തെക്ക് പടിഞ്ഞാറൻ ഏഷ്യൻ പ്ലേസ് ആണ്. ആ ഒരു റീജിയനില് ആ ഒരു പ്ലേസില് എന്താണ് പറയുന്നത് സൗത്ത് ഏഷ്യൻ നോണാസ് മെസോപ്പൊട്ടേമിയ, തെക്ക് പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യമായ മെസോപ്പൊട്ടേമിയ എന്ന പ്ലേസിലാണ് ഈ ഒരു മെഡിസിൻ എന്ന ഓർഗനൈസേഷൻ, ഒരു സംഘടന രൂപം കൊള്ളുന്നത്. അതായത് നമ്മുടെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ എന്താണ് ഒരു സ്ഥാപനം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇതിലേക്ക് വൈദ്യശാസ്ത്രത്തിലേക്ക് എന്താണ് വഴിതെളിക്കാൻ വേണ്ടിയിട്ട് അത് ഏത് ഗ്രാമത്തിലാണ്, ഏത് പ്ലേസിലാണെന്നുള്ള ഒരു ഇത് പറയുന്നത്, ഏത് പ്ലേസിലാണ് മെസോപ്പൊട്ടേമിയ എന്ന ഗ്രാമത്തിലാണ് അത് രൂപം കൊള്ളുന്നത്. മെസോപ്പൊട്ടേമിയ എന്നറിയപ്പെടുന്ന തെക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലെ പുരാതന പ്രദേശത്താണ് 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊരു സംഘടിത സ്ഥാപനമായിട്ട് വൈദ്യശാസ്ത്രം അല്ലെ വൈദ്യ ശാസ്ത്രത്തിന്റെ ഇതായിട്ടുള്ള ചുവടുവെപ്പുകൾ തുടങ്ങുന്നത്. അതിൽ വീണ്ടും പറയുന്നു ഹമ്മുറാബി കോഡ് 1722 to 1686 BC was the rule of the practice of doctors. എന്താണ് ഹമ്മുറാബി കോഡ് എന്ന് പറയുന്നത്? അതില് നെക്സ്റ്റ് സെന്റൻസും കൂടി നോക്കാം. ഫസ്റ്റ് റെക്കോർഡ് പ്രിസ്ക്രിപ്ഷൻ came from Sumer in ancient Babylon. അതായത് ബാബിലോൺ രാജാവ് അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ആ സുമർ എന്ന ഏഷ്യന്റെ പുരാതന ഗ്രാമത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രിസ്ക്രിപ്ഷൻസ് നടപ്പാക്കി കൊണ്ടുവരുന്നത്. ഈ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഹമ്മുറാബി കോഡ് എന്നുള്ള രീതിയിലാണ്. ഹമ്മുറാബി കോഡ് എന്ന് പറയുമ്പോൾ ഈ ബാബിലോൺ രാജാവ് അദ്ദേഹത്തിന്റെ അടിമകൾക്കൊക്കെ വേണ്ടിയിട്ട്, നമുക്കറിയാം പഴയ കാലഘട്ടത്തില് രാജാക്കന്മാര് ഭരിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ, അവിടെ അടിമകളായിരിക്കുന്നവരെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നു. അവരിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ അത് ആ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നിയമസംഹിത, ആ നിയമസംഹിതയുടെ പേരാണ് ഹമ്മുറാബി കോഡ് എന്ന് പറയുന്നത്. ഈ ഹമ്മുറാബി കോഡ് ആണ് ആദ്യമായിട്ട് ഡോക്ടേഴ്സിനുള്ള ഒരു പ്രിസ്ക്രിപ്ഷന്റെ ഒരു രൂപരേഖ കണ്ടെത്തുന്നത്. നമുക്ക് എന്നറിയാം, ഓക്കെ പറഞ്ഞു വരാം. ഇപ്പൊ ഇന്ന് ഡോക്ടേഴ്സ് നമ്മൾക്ക് അല്ലെ എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻ അത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണോ? ആണോ? ഡോക്ടേഴ്സ് എഴുതി തരുന്ന പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ എല്ലാവർക്കും വായിക്കാനായിട്ട് പറ്റുമോ? പറ്റാറുണ്ടോ? ഇല്ല അല്ലെ. അത് ആ ടെക്നിക്കൽ ആയിട്ടുള്ള ആ നോളജ് ഉള്ള അല്ലെ അത് കൃത്യമായിട്ട് അറിയാവുന്നവർക്കാണ് അത് വായിച്ച് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നത്. അപ്പൊ പണ്ട് കാലത്ത് ഇതേമാതിരി തന്നെ ഓക്കെ എല്ലാവരും റെസ്പോൺസർ ആണ്. എന്താണ് പണ്ട് കാലത്ത് ഇതേമാതിരി തന്നെ ഈ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഡോക്ടേഴ്സിന്റെ ആ ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു പ്രിസ്ക്രിപ്ഷൻ കോഡുകളൊന്നും ഇല്ല. അപ്പൊ ആ കാലഘട്ടത്തില് ഒരു എന്താ പറയുന്ന ഒരു അല്ലെ നമുക്കൊരു ഫോളോ ചെയ്യാനായിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പൊ അവര് ഈ ഹമ്മുറാബി കോഡ് എന്ന കോഡ് ഉപയോഗിച്ചിട്ടാണ് ഒരു ഫോളോ അപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഹമ്മുറാബി കോഡ് എന്ന് പറയുന്നത് എന്ത് സംഭവമാണ്? ബാബിലോൺ രാജാവ് അവരുടെ അടിമകൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് സംവിധാനമാണ്. ആ രീതി ഉപയോഗിച്ചിട്ട് ആ രീതി ഫോളോ അപ്പ് ആയിട്ടാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ തയ്യാറാക്കി കൊണ്ടിരുന്നത് എന്ന്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് അതിൽ നോക്കാം. അതിൽ ജസ്റ്റ് പോയിന്റ്സുകളൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അതിൽ അണ്ടർലൈൻ ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? മെസോപ്പൊട്ടേമിയയിലാണ് ഈ ഒരു അല്ലെ ആദ്യമായിട്ടുള്ള ഗ്രാമം ഏതാന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഈ ഒരു വൈദ്യശാസ്ത്രം ഉടലെടുക്കാൻ സാധ്യതമായിട്ടുള്ള ഗ്രാമം അല്ലെ മെസോപ്പൊട്ടേമിയ ഗ്രാമത്തിലാണ്. തന്നെ അതേമാതിരി തന്നെ ഏത് കോഡാണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് പ്രിസ്ക്രിപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കോഡ് ഏതാന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ഹമ്മുറാബി കോഡാണ്. തന്നെ വീണ്ടും അത് ഏൻഷ്യന്റ് ഓക്കെ ബാബിലോണിലെ ഏൻഷ്യന്റ് എന്താണ് ഏത് പ്ലേസിലാണ്? സുമർ എന്ന പ്ലേസിലാണ് ഈ ഒരു ഹമ്മുറാബി കോഡ് അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് ചിലപ്പോഴൊക്കെ ജസ്റ്റ് റയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോവാം. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് പഴയ കാലഘട്ടത്തിൽ അല്ലെ മെസോപ്പൊട്ടേമിയ എന്നറിയപ്പെടുന്ന ഒരു തെക്ക് പടിഞ്ഞാറനായിട്ടുള്ള ഏഷ്യൻ രാജ്യം അല്ലെ പുരാതന പ്രദേശമായിട്ടാണ് ഇത് മെസോപ്പൊട്ടേമിയ എന്നുള്ള പ്രദേശം വരുന്നത്. അത് 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രദേശമാണ്. അവിടെ ഒരു സംഘടിത സ്ഥാപനമായിട്ടാണ് നമ്മുടെ വൈദ്യശാസ്ത്രം രൂപം കൊണ്ടുവരുന്നത്.
അവിടെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അല്ലെ ഒരു വൈദ്യശാസ്ത്രം മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട്. അവർക്ക് മുമ്പിൽ പ്രിസ്ക്രിപ്ഷൻ ഒന്നുമില്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആയതുകൊണ്ട് തന്നെ അവര് ബാബിലോൺ രാജാവ് അവരെ അടിമകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കോഡ് യൂസ് ചെയ്തിരുന്നു. ആ കോഡിന്റെ പേരാണ് ഹമ്മുറാബി കോഡ്. ആ കോഡ് എങ്ങനെയാണ്, ആ കോഡ് എന്താണോ ആ ഭാഷ, ആ ഒരു ലാംഗ്വേജ് അനുസരിച്ചിട്ടാണ് ഒരു ഡോക്ടേഴ്സ് അവരുടെ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ തയ്യാറാക്കി കൊണ്ടുവരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ഇതിനെ ഫസ്റ്റ് എന്താണ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയപ്പെടുന്നത് ഹമ്മുറാബി കോഡ്. ഓക്കെ, അപ്പൊ ആ പ്ലേസ് അണ്ടർലൈൻ ചെയ്യാം, ആ കോഡിന്റെ പേരും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ് അല്ലെ. അപ്പൊ ആദ്യകാലത്ത് നമ്മൾ ജസ്റ്റ് ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു പുരോഹിതന്മാരും മഹർഷിമാരൊക്കെയാണ് അവരുടെ അല്ലെ റിലീജിയൻ, അതിന്റെ ആ ഒരു ബേസിലായിട്ടാണ് നമ്മുടെ വൈദ്യശാസ്ത്രം രൂപം കൊണ്ടെന്ന് പറഞ്ഞു. ദെൻ എന്താണ് 4000 years എഗോയില് ഏത് പ്രദേശത്തിൽ ഇതൊരു സംഘടിത സ്ഥാപനമായിട്ട് അല്ലെ ഒരു വൈദ്യശാസ്ത്രം രൂപം കൊണ്ടതിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇനി വീണ്ടും അടുത്തൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്, ഗ്രീക്ക് ഹോസ്പിറ്റൽസ്. എന്താണ് ആ ഘട്ടത്തിൽ എന്താണ് പറയുന്നത് നോക്കാം. Period of 460-136 BC. Treatment was based on magic, religious rituals. Hippocrates 460-370 BC, the father of medicine, used a logical, non-religious approach to medicine. അതായത് ഇതിലെ പ്രധാനമായിട്ടും പറയുന്നത് ഗ്രീക്ക് ഹോസ്പിറ്റൽ ഫോം ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ് അവര് ബേസ് ചെയ്യുന്നത് എന്താണ്, ഇതേമാത്രം തന്നെ എന്താണ് മന്ത്രവാദം അല്ലെ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് വൈദ്യശാസ്ത്രത്തിനെ കണക്കാക്കുന്നത്. അതായത് നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ബേസിൽ തന്നെയാണ് രോഗങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ല മുനിമാരും മഹർഷിമാരും അവരെന്തിന്റെയൊക്കെ അല്ലെ അവര് ധ്യാനവും കൂടുതലായിട്ടുള്ള ശാരീരികവും മാനസികമായിട്ടുള്ള കുറെ ക്രിയകളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇവർക്കൊക്കെ രോഗനിർണയങ്ങളും അതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളൊക്കെ അല്ലെ രോഗസൗഖ്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു വരുന്നത്. ഇതിൽ പറയുന്നുണ്ട് ഹിപ്പോക്രാറ്റ്സ് ദ ഫാദർ ഓഫ് മെഡിസിൻ യൂസ്ഡ് എ ലോജിക്കൽ നോൺ റിലീജിയസ് അപ്രോച്ച് ടു മെഡിസിൻ. അപ്പൊ നമ്മള് എപ്പോഴും അല്ലെ നമ്മള് ഹിസ്റ്ററിയിൽ നമുക്ക് അറിയാവുന്ന ഒരു വേർഡാണ് എന്ത്, ദ ഫാദർ ഓഫ് മെഡിസിൻ. ദ ഫാദർ ഓഫ് മെഡിസിൻ ആരാണ്? ഹിപ്പോക്രാറ്റ്സ് ആണ് അല്ലെ. ഹിപ്പോക്രാറ്റ്സിന്റെ അനുമാനത്തിന് എന്താ പ്രത്യേകത? അദ്ദേഹം യുക്തിപൂർവമായിട്ടാണ് ഇതിനെ കയ്യിലെടുക്കുന്നത്. എന്താണ് വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ ബേസിലുള്ളതല്ല. എന്താണ് അത് യുക്തിപൂർവമാണ് അദ്ദേഹം അതിനെ ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് വീക്ഷിക്കുന്നത്. അദ്ദേഹമാണ് നമ്മൾ അംഗീകരിക്കുന്ന ദ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് അംഗീകരിക്കുന്ന വ്യക്തി ഹിപ്പോക്രാറ്റ്സ്. അപ്പൊ ആദ്യം തന്നെ ഗ്രീക്ക് ഹോസ്പിറ്റൽസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. അവര് പക്ഷെ ബേസ് ചെയ്യുന്നത് എന്തിനെയാണ്? ആചാരാനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിട്ടാണ് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. നെക്സ്റ്റ് ഒരു ഇച്ചിരി കൂടി അല്ലെ 460-370 BC ആയപ്പോഴേക്കും അവിടെ എന്താണ് ഹിപ്പോക്രാറ്റ്സ് അദ്ദേഹത്തിന്റെ ഒക്കെ വീക്ഷണത്തില് ഇത് യുക്തിപൂർവമായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രമായിട്ട് കൺസിഡർ ചെയ്തിട്ട് ആ ഒരു അപ്രോച്ചില് അല്ലെ നമുക്കറിയാം എന്താണ് രോഗങ്ങൾ വരുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഒന്നും കുറവ് കൊണ്ടും കാര്യം കൊണ്ട് അല്ല അല്ലേ, ആണോ? അല്ല, രോഗങ്ങൾ വരുന്നത് അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് അല്ലെ നമ്മുടെ ശരീരത്തിലെ കുറച്ച് അണുക്കളുടെയൊക്കെ കൂടുതലായിട്ടുള്ള കാര്യം കൊണ്ട് തന്നെയാണ്. അപ്പൊ യുക്തിപൂർവമായിട്ടുള്ള ഒരു ചിന്താഗതിക്കാരനായിട്ട് ആര് വന്നിരിക്കുന്നത്? ഹിപ്പോക്രാറ്റ്സ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനെ നമ്മൾ അംഗീകരിക്കുന്നത് ദ ഫാദർ ഓഫ് മെഡിസിൻ എന്നാണ് അംഗീകരിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും റിലീജിയസ് ആയിട്ടുള്ള അപ്രോച്ചസ് അല്ല സ്വീകരിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഹിപ്പോക്രാറ്റ്സ് ദ ഫാദർ ഓഫ് മെഡിസിൻ. ഓക്കെ ആണോ? നമ്മള് ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഉൾക്കൊള്ളാനായിട്ട് ജസ്റ്റ് ഷോർട്ടായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഒരുപാട് വേറെ ലഭിക്കുന്ന വിധത്തിലൊന്നും വിവരിച്ചിട്ടില്ല. പക്ഷെ ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആയി പോകുന്നുണ്ടോ? ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് പറയണോ? ഒന്നുകൂടി പറയേണ്ടതുണ്ടോ? ഓക്കെ, അതായത് ഒന്നുകൂടി നോക്കാം. എന്താണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടു, അത് നമ്മൾക്ക് പഴയ കാലഘട്ടത്തിലൊന്നും എന്താണ് അത് അല്ലെ നമ്മുടെ ആരോഗ്യത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയെങ്കിലും ഫുഡും അല്ലെ നമ്മുടെ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ മാത്രമാണ് തേടിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടങ്ങളിലെല്ലാം വൈദ്യന്മാരും എന്താണ് മഹർഷിമാരൊക്കെയാണ് എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുൻകൈ എടുത്തു വരുന്നത്. അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്ന പ്ലേസിൽ തന്നെയാണ് ട്രീറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വന്നിരുന്നത്. പിന്നെ
ആണോ? അങ്ങനെ ഒരു പ്രോബ്ലം തോന്നുന്നുണ്ടോ? എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ടോ? എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും? ഇല്ല, സംതിങ് എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും കേട്ടോ. കട്ടായി പോണതിന്റെ കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. ഒരുപാട് പേർക്കും പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്ന് തന്നെ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ഇതില് അങ്ങനെ നമ്മള് നെക്സ്റ്റ് ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലിന്റെ ആ ഒരു ആവിർഭാവ കാലഘട്ടമാണ്. അപ്പൊ മെസൊപ്പൊട്ടേമിയൻ കാലഘട്ടത്തിൽ വരുമ്പോൾ എന്താണ് പറയുന്നത് നോക്കാം. കുറച്ചും കൂടി ഡിസ്റ്റർബ് കട്ടായി കുറെ പേർക്കൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഫോം ചെയ്യാം. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് മെസൊപ്പൊട്ടേമിയൻ ഹോസ്പിറ്റലിന്റെ ആ ഒരു ആവിർഭാവ കാലത്തില് നമ്മൾ കണ്ടു ഹൊമറാബി കോഡ് ഉപയോഗിച്ചിട്ടാണ് അവര് ഒരു പ്രിസ്ക്രിപ്ഷൻ ഒക്കെ തയ്യാറാക്കി ഒരു വൈദ്യശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. വീണ്ടും ഗ്രീക്ക് ഹോസ്പിറ്റലിന്റെ ഒരു ടൈം പീരീഡ് ആയി. അവിടെ പ്രധാനമായിട്ടും മാജിക് അല്ലെ മന്ത്രം അത് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് രോഗചികിത്സ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതേസമയം ഹിപ്പോക്രാറ്റ്സ് എന്ന് പറയുന്നത് ദ ഫാദർ ഓഫ് മെഡിസിൻ, അദ്ദേഹത്തിന്റെ ഇതിലേക്ക് വന്നപ്പോഴേക്കും എന്താണ് ലോജിക്കലായിട്ട് യുക്തിപരമായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തുടങ്ങി. അദ്ദേഹം മതപരമായിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല അത് നമ്മുടെ വൈദ്യശാസ്ത്രത്തിനെ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. യുക്തിപരമായിട്ടുള്ള ചിന്താഗതിയിലാണ് വൈദ്യശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? ണോ യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോകേണ്ട 2-3 പോയിന്റ്സുകളൊക്കെ പറഞ്ഞു. ഫാദർ ഓഫ് മെഡിസിൻ ആരാന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ ഏത് കോഡാണെന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ അതേമാതിരി തന്നെ മെസൊപ്പൊട്ടേമിയയിലാണ് ആദ്യമായിട്ട് തന്നെ ഒരു സംഘടിത വൈദ്യശാസ്ത്രം ഉടലെടുത്ത കാര്യം പറഞ്ഞു. പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ ഓഫ് മെഡിസിൻ അവകാശപ്പെടാൻ കാരണം എന്താണെന്നുള്ളതും ഞങ്ങൾ നോട്ട് ചെയ്തേരെ. അദ്ദേഹം ലോജിക്കൽ ആയിട്ടുള്ള അപ്രോച്ചാണ് സ്വീകരിച്ചത്. ഒരിക്കലും നോൺ റിലീജിയസ് ആയിട്ടുള്ള അപ്രോച്ചസിന് പ്രാധാന്യം അല്ലെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നത്. നെക്സ്റ്റ് നോക്കുമ്പോൾ റോമൻ ഹോസ്പിറ്റൽസ്. നെക്സ്റ്റ് ഇതിലേക്ക് നോക്കുമ്പോൾ റോമൻ ഹോസ്പിറ്റൽസ് ആണ്. അതിനെന്താ പറയുന്നത്? By 1st century BC, the Roman was the first to make the institutional care of the sick and the injured. അതായത് നമ്മള് മുറിവും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ അല്ലെ നമ്മള് സ്ഥാപനം സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാലയം എന്നുള്ള ലെവലിലേക്ക് വരുന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് റോമൻ ഹോസ്പിറ്റൽസ്. അപ്പൊ റോമൻ ഹോസ്പിറ്റൽസ് ഫോം ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോഴേക്കും എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ രൂപകൽപ്പന ചെയ്തുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള മുറിവും കാര്യങ്ങളൊക്കെ വരുന്നവർക്കൊക്കെ അല്ലെ ഇൻഷുറി ഒക്കെ ആയിട്ട് വരുന്ന പേഴ്സൺസിനൊക്കെ പരിചരണം നൽകി തുടങ്ങാനായിട്ടൊക്കെ തുടങ്ങി. മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് എക്സിസ്റ്റഡ് തന്നെ. അപ്പൊ നമുക്കറിയാം വീണ്ടും അല്ലെ മിലിറ്ററി ആയിട്ട് നമുക്കറിയാം അല്ലെ ആ കാലഘട്ടങ്ങളിലൊക്കെ എന്താണ് എപ്പോഴും യുദ്ധങ്ങളും ഇതുകളൊക്കെയാണ് അല്ലെ. ഇപ്പൊ ആരെങ്കിലൊക്കെ രാജാക്കന്മാരാകും, അതേമാതിരി തന്നെ അവർക്ക് അല്ലെ ആ രാജാക്കന്മാരിൽ നിന്ന് മറ്റൊരു രാജ്യം പിടിച്ചെടുക്കും അല്ലെ മറ്റൊരു പ്രദേശമൊക്കെ പിടിച്ചെടുക്കും. അപ്പൊ അവിടെ യുദ്ധവും ബഹളവും ഒക്കെയാണ് എപ്പോഴും പഴയ കാലഘട്ടത്തിലെ ഹിസ്റ്ററിയിൽ നമ്മൾ വായിക്കുക അല്ലെ. ആണോ? അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ അവിടെ ഒരുപാട് അടിമകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത അല്ലെ. പഴയ കാലഘട്ടത്തിലെ അടിമകളാണ്, അടിമ കച്ചവടവും കാര്യങ്ങളൊക്കെയാണ് പഴയ കാലഘട്ടത്തില് നമ്മൾ എപ്പോഴും ഹിസ്റ്ററിയിലൊക്കെ വായിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ സ്ലേവ് ഹോസ്പിറ്റൽസ് ഒക്കെ അവിടെ ഉടലെടുക്കാൻ തുടങ്ങി. സ്ലേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമകൾക്ക് വേണ്ടിയിട്ട്. നമുക്കറിയാം എപ്പോഴും ഈ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്ക് അവർക്ക് എന്തെങ്കിലും മുറിവുകളും കാര്യങ്ങളൊക്കെ വരാനൊക്കെ ആയിട്ട് സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് മിലിറ്ററി അല്ലെ ആ ഒരു പട്ടാള തരത്തിലുള്ള എന്തെങ്കിലും അടിമകൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളത്. ആദ്യം നമ്മൾ കണ്ടു റോമൻ ഹോസ്പിറ്റലിന്റെ ആ ഇതിലേക്ക് വന്നപ്പോഴേക്കും എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ടേക്ക് മിലിറ്ററി അല്ലെ പട്ടാള തരത്തിൽ തന്നെ എന്താണ് സ്ലേവ് പീപ്പിൾസിനൊക്കെ അതായത് അടിമകൾക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മള് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലേക്ക് എത്തി നിൽക്കുകയാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം അറേബിക് ഹോസ്പിറ്റൽ. ഒന്നുകൂടെ പറയാം. നമ്മൾ നേരത്തെ കണ്ടു ഒരു ഫാദർ ഓഫ് മെഡിസിൻ വരെ കണ്ടു അല്ലെ. അതോടെ യുക്തിപൂർവമായിട്ടുള്ള ചിന്താഗതിയിലൊക്കെ വൈദ്യശാസ്ത്രത്തിലേക്ക്
പരിഗണിക്കാനൊക്കെ തുടങ്ങി നിൽക്കുന്നു. നെക്സ്റ്റ് എന്താണ്, അവിടെ വൈദ്യശാസ്ത്രം എന്നുള്ളത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ബേസിൽ അല്ലെ, നമ്മൾ ഒരു സ്ഥാപനം ഉണ്ടാക്കി അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്കാണ് റോമൻ ഹോസ്പിറ്റൽസുകളൊക്കെ ഫോം ചെയ്യാനൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അവിടെ തന്നെ വീണ്ടും എടുത്തു പറയുന്നുണ്ട്, എന്താണ്, പട്ടാളക്കാര് അവരുടെ അടിമകൾക്ക് വേണ്ടിയിട്ട് അല്ലെ, അവരുടെ അടിമകൾക്കൊക്കെ ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലുകളൊക്കെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളത്. ഓക്കെ, അവിടെ വരെ വന്നപ്പോഴേക്കും നമ്മൾ ഹോസ്പിറ്റലുകളൊക്കെ രൂപീകരിക്കാനായിട്ട് ചെറുതായിട്ടൊക്കെ ഹോസ്പിറ്റലുകളൊക്കെ രൂപീകരിക്കാൻ തുടങ്ങി. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഹോസ്പിറ്റലുണ്ട് അല്ലെ, സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ ഹോസ്പിറ്റലുകളുണ്ട്. നമുക്കറിയാം ഒരുപാട് തൊഴിലവസരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളും അല്ലെ എല്ലാവരും തന്നെ ഇത്തരം കോഴ്സുകൾ തന്നെ തേടിയെടുക്കുന്നത് അല്ലെ. പക്ഷെ ആ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ല അല്ലെ, ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ വ്യക്തമാക്കി വരുന്നത്. അപ്പൊ ആദ്യം എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ കെയർ റോമൻ ഹോസ്പിറ്റൽസ് ആണ് ഫോം ചെയ്തത്. അവിടെ പിന്നീട് മിലിറ്ററി ആൻഡ് സ്ലേവ് ഹോസ്പിറ്റൽസ് ഒക്കെ അത് വ്യാപിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി എന്നുള്ളത്. നെക്സ്റ്റ് അറേബിക് ഹോസ്പിറ്റൽസ് ഒക്കെയാണ്. അപ്പൊ അറേബിക് ഹോസ്പിറ്റൽസിലേക്ക് വരാം. ദ റോമൻ മിലിറ്ററി ഹോസ്പിറ്റൽസ് and the few Christian hospitals were no match for the number, organization and the excellence of the Arabic hospitals. അപ്പൊ ഇങ്ങനെ അടുത്തൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ അറേബിക് ഹോസ്പിറ്റൽസുകളാണ് അവിടെ രൂപീകരണം ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അവിടെ വരുമ്പോൾ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, റോമൻ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ മിലിറ്ററി ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളൊക്കെ അവിടെ രൂപം കൊണ്ട് വരുന്നുണ്ടെങ്കിലും അത് അറേബിക് ഹോസ്പിറ്റലിനേക്കാളും അധികമാകുന്നില്ല അല്ലെ. അധികമായിട്ട് അറേബിക് ഹോസ്പിറ്റലുകളൊക്കെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി, രൂപം കൊള്ളാനൊക്കെ ആയിട്ട് തുടങ്ങി എന്നുള്ളതാണ്. The Roman military hospitals and the few Christian hospitals were no match for the number, organization and the excellence of the Arabic hospital. അപ്പൊ അറേബ്യൻ ഹോസ്പിറ്റലുകളൊക്കെ അതിനേക്കാൾ കൂടുതൽ അധികമായിട്ട് ഫോം ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളും റോമൻ അല്ലെ മിലിറ്ററി ഹോസ്പിറ്റലിനേക്കാളും അധികമായിട്ട് ആ ഏരിയയിലൊക്കെ ഹോസ്പിറ്റൽസ് ഒക്കെ ഫോം ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഹിസ്റ്ററിയാണ്, ഇതിലിങ്ങനെ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി കൂടി ഇതാവും. ക്ലിയർ ആവുന്നുണ്ടോ അറേബിക് ഹോസ്പിറ്റലിന്റെ പ്രത്യേകത? ക്ലിയർ ആയോ? അറേബിക് ഹോസ്പിറ്റൽസ് ഒന്നുകൂടി പറയട്ടെ, ഞാനൊന്ന്, കാരണം ഹിസ്റ്ററി ആയതുകൊണ്ട് ഒന്നുകൂടി പറയാം. നമ്മൾ റോമൻ ഹോസ്പിറ്റൽ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലേക്ക് ഹോസ്പിറ്റലുകൾ ഫോം ചെയ്യുന്ന കാര്യമാണ് റോമൻ ഹോസ്പിറ്റലിന്റെ ആ ടൈമിൽ കാണുന്നത്. പിന്നീട് നോക്കുമ്പോൾ എല്ലായിടത്തൊക്കെ ഇതേമാതിരി ഹോസ്പിറ്റൽ അല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്രത്യേകത എന്താണ്, എവിടെയെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുട്ടിന് എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്യും അല്ലെ. ഏതൊരു ഹോട്ടലാണെങ്കിൽ കൂടി എന്തെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പ് ആണെങ്കിലും നമ്മൾ ഇടാൻ നോക്കിയിരിക്കാതെ മറ്റുള്ളവർ ഇടുന്ന് പറയല്ലേ. എന്ന് പറഞ്ഞ മാത്രമേ തന്നെ ഹോസ്പിറ്റലുകളൊക്കെ ജസ്റ്റ് ഫോം ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലായിടത്തും ഹോസ്പിറ്റലുകളൊക്കെ ഫോം ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. അങ്ങനെ വരുമ്പോൾ ഈ അറേബിക് ഹോസ്പിറ്റൽ എന്നുള്ള അവരുടെ ഗണം എടുത്ത് നോക്കുമ്പോൾ എന്താണ്, റോമൻ മിലിറ്ററി ഹോസ്പിറ്റലിനേക്കാളും അല്ലെങ്കിൽ കുറച്ച് ക്രിസ്ത്യൻ ഹോസ്പിറ്റലൊക്കെ ഫോം ചെയ്തതിനേക്കാളും അധികമായിട്ട് തന്നെ അറേബിക് ഹോസ്പിറ്റലുകൾ ഫോം ചെയ്യാനായിട്ട് രൂപീകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ വരുന്നത്, ഫോർത്ത് പോയിന്റിൽ എടുത്ത് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഹോസ്പിറ്റല്. നമ്മളിപ്പോഴാണ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് അല്ലെ. പഴയ എവിടെയൊക്കെയോ ഹോസ്പിറ്റലും ഡോക്ടർമാരൊക്കെ എവിടേക്കോ അല്ലെ, ഏത് ഭാഗത്തൊക്കെയോ ഇങ്ങനെ തുടങ്ങി. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ഷോ ദാറ്റ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽസ് വെയർ ബിൽഡ് ഇൻ ഇന്ത്യ ബൈ 600 BC, അതായത് 600 BCക്ക് അപ്പുറമാണ് നമ്മൾ എഫിഷ്യന്റ് ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു നല്ലൊരു ഹോസ്പിറ്റല് നമ്മൾ ഇവിടെ ഇന്ത്യയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. അതാണ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡിൽ കാണിച്ചിരിക്കുന്നത്. ഡ്യൂറിംഗ് ദ ഗ്രിഗോറിയസ് റീജിയൻ ഓഫ് കിങ് അശോക 273 to 232 BC, Indian hospitals started to look like modern hospitals. അതായത് നമ്മുടെ അശോകൻ അല്ലെ, കിങ് അശോക എന്ന് പറയുമ്പോൾ അശോക ചക്രവർത്തി അല്ലെ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് അശോക കാലഘട്ടം എന്ന് പറയുമ്പോൾ
പ്രത്യേകതയെ പറയുന്നത് PSC ക്കൊക്കെ പഠിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അല്ലെ. സുവർണ കാലഘട്ടം അല്ലെ, സുവർണ കാലഘട്ടം. അശോകന്റെ സുവർണ കാലഘട്ടത്തിന്റെ ടൈമിലൊക്കെയാണ് ഇന്ത്യയില് മോഡേൺ ഹോസ്പിറ്റലൊക്കെ ഫോം ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങിയത്. ഇന്ത്യൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ടഡ് ടു ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽസ്. ദേ ഫോളോഡ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് കാലഘട്ടത്തിലാണ് മോഡേൺ ഹോസ്പിറ്റലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്? അശോക അല്ലെ, കിങ് അശോകന്റെ കാലഘട്ടത്തില്. Then നോക്കുമ്പോ they followed principles of sanitation and cesarean section were operated. ആ ടൈമൊക്കെ ആയപ്പോഴേക്കും മോഡേൺ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അവിടെ സാനിറ്റേഷനിലെ ശുചിത്വത്തിന് പ്രാധാന്യമുണ്ടോ, അതോടൊപ്പം തന്നെ സിസേറിയൻ നടപടികളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. Then physician were appointed once for every 10 villages. അതായത് ഓരോ വില്ലേജിന് അല്ലെ, 10 വില്ലേജ് കൂടുമ്പോഴും ഒരു ഡോക്ടർ എന്ന നിലവിലേക്ക് അത് വളർന്നു വരാനൊക്കെ ആയിട്ട് തുടങ്ങി. ഏത് കാലഘട്ടത്തിലാണ്? ഏത് കാലഘട്ടത്തിലായപ്പോഴേക്കാണ് അതൊക്കെ അങ്ങനെയൊക്കെ തുടങ്ങിയത്? മാത്രമാണോ? ഓക്കെ, കിങ് അശോകന്റെ കാലഘട്ടത്തിലായപ്പോഴേക്കും അങ്ങനെയൊക്കെ നമ്മൾ വികസിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പൊ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഓരോ 10 വില്ലേജിനും ഒരു ഫിസിഷ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യയിലേക്കൊക്കെ ആയപ്പോഴേക്കും, നമ്മുടെ അശോകന്റെ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും എന്താണ്, ഓരോ 10 വില്ലേജിനും ഒരു ഫിസിഷ്യൻ എന്നുള്ള ലെവലിലേക്ക് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. Then physicians were appointed one for every 10 village to serve the health care needs of populations and the regional hospitals for the infirm and the destitute were built by Buddha. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് നമുക്കറിയാം അല്ലെ, പഴയ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്കൊക്കെ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല. കാരണം എല്ലാവരും ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കില്ല അല്ലെ, ആണോ? പഴയ കാലഘട്ടത്തിൽ എല്ലാവർക്കും അല്ലെ സാമ്പത്തികമായിട്ടൊക്കെ എല്ലാവരും നല്ല ഇതിലുള്ളവരായിരിക്കും. കാലഘട്ടത്തിലും അങ്ങനെയല്ല എങ്കിൽ കൂടി നമുക്കറിയാം പ്രാഥമിക ആവശ്യങ്ങളൊക്കെ, ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ നടക്കും അല്ലെ. അതേസമയം പഴയ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒന്നും ഹോസ്പിറ്റലിന്റെ സേവനം ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അങ്ങനെ വന്നപ്പോഴും എന്താണ്, ഡെസ്റ്റിറ്റ്യൂട്ട് വേറെ അല്ലെ, നമ്മുടെ നിരാലംബരായവർക്കെല്ലാം ബുദ്ധയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ അല്ലെ, അവർക്ക് നിരാലംബരം, ദുർബലരും അനാഥരുമായ വ്യക്തികൾക്കൊക്കെ വേണ്ടിയിട്ട് ബുദ്ധ എന്താണ്, അദ്ദേഹം തന്നെ അദ്ദേഹം തന്നെ എന്താണ് ഹോസ്പിറ്റലിലൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. And for every villages to serve the health care need of the population and the regional hospitals for the infirm and destitute were built by Buddha. അപ്പൊ പ്രാദേശികമായിട്ടുള്ള ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളൊക്കെ ഈ നിരാലംബർക്കും പാവപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ട് ബുദ്ധയൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. അവിടേക്ക് പ്രാദേശിക ഹോസ്പിറ്റലൊക്കെ രൂപീകരിക്കാൻ, ഫോം ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി എന്നുള്ളത്. അപ്പൊ അഞ്ചാമത്തെ ആ ഒരു പോയിന്റിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഹിസ്റ്ററി അല്ലെ, നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് നമ്മൾ കണ്ടു കിങ് അശോകന്റെ കാലഘട്ടത്തിലൊക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. തന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോഴും മോഡേൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്തത്. അതായത് അതിലെ സാനിറ്റേഷനും സിസേറിയനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹോസ്പിറ്റൽ പരിചരണമാണ് അവിടെ തുടങ്ങിയത്. then അതിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഓരോ 10 വില്ലേജിലും എന്താണ് ഒരു ഡോക്ടർ എന്ന നിലയിലേക്ക് തന്നെ അത് വികസിക്കാനായിട്ട് അല്ലെ, വളർന്നു വരാനായിട്ട് തുടങ്ങി. then അതേപോലെ തന്നെ ബുദ്ധയുടെ നമുക്കറിയാം അശോകൻ, ബുദ്ധൻ, അങ്ങനെ ഒരുപാട് പേര് ഭരിച്ചിരുന്ന ഇതാണ് അല്ലെ. അപ്പൊ ബുദ്ധന്റെ കാലഘട്ടത്തിലായപ്പോഴേക്കും എന്താണ് അവിടെ പ്രധാനമായിട്ടും ബുദ്ധനൊക്കെ എന്താണ് നിരാലംബർക്കും പാവപ്പെട്ടവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളവർക്ക് വേണ്ടി ഹോസ്പിറ്റലൊക്കെ രൂപീകരിച്ചു കൊടുക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ റീജിയണൽ ഹോസ്പിറ്റൽസ് ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങി, പ്രാദേശിക ഹോസ്പിറ്റലൊക്കെ അവിടെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളത്. അല്ലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബുദ്ധ അല്ലെ, ആരാണ് ഡെസ്റ്റിറ്റ്യൂട്ട് പീപ്പിൾസിന് അല്ലെങ്കിൽ ഇൻഫേം ആയിട്ടുള്ള പീപ്പിൾസിനൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസ് സ്ഥാപിച്ചു തുടങ്ങിയത് ആരാണ് അല്ലെ, സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ബുദ്ധയാണ് സ്ഥാപിച്ചത്. അല്ലെങ്കിൽ റീജിയണൽ ഹോസ്പിറ്റൽ ഫോം ചെയ്തത് ആരാണ്? Regional hospitals for the infirm and the destitute were built by Buddha. അത് അണ്ടർലൈൻ ചെയ്യുക. ക്ലിയർ ആണോ? ഒന്നുകൂടി നമുക്ക് നോക്കാം. ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ
കുറച്ച് പേർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെ. നമുക്ക് കുറച്ച് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. നമ്മുടെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് അല്ലെ, ചരിത്രപരമായിട്ടുള്ള രേഖയില് ആരുടെ കാലഘട്ടമാണ് നമ്മൾ എന്താണ് ഈ ഒരു ഹോസ്പിറ്റല് ഫോം ചെയ്യാനായിട്ട് തുടങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത് ആരുടെ കാലഘട്ടം എന്ന് പറയുന്നത്? ആരുടെ കാലഘട്ടമാണ്? ഓക്കെ, അശോകന്റെ അല്ലെ. സുവർണ കാലഘട്ടമായ അശോകന്റെ കാലഘട്ടത്തിലാണ് ഹോസ്പിറ്റലൊക്കെ എഫിഷ്യന്റ് ആയിട്ടുള്ള നമ്മുടെ കാര്യക്ഷമമായിട്ടുള്ള ഹോസ്പിറ്റലിലൊക്കെ രൂപീകരിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിൽ പറയുന്നത്. ഓക്കെ, ആ സെന്റൻസ് ഓക്കെ ആണല്ലോ. പിന്നെ വീണ്ടും നെക്സ്റ്റ് പറയുന്നത് ഇന്ത്യൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ടഡ് ടു ലുക്ക്. ഓക്കെ, പീരീഡ് നിങ്ങൾ അത്രയും ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ആരാണ് അല്ലെ, ആരുടെ ഇതിലാണെന്നുള്ളത് മസ്റ്റ് ആയിട്ട് നോക്കാം. ഇന്ത്യൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ടു ലുക്ക് ലൈക്ക് മോഡേൺ ഹോസ്പിറ്റൽ. ഇന്ത്യൻ ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ടൈമൊക്കെ ആയപ്പോഴേക്കും അല്ലെ, നമുക്കറിയാം പഴയ എവിടെയൊക്കെയോ ഒരുപാട് വലിയ വലിയ ഹോസ്പിറ്റലിലെ മിലിറ്ററി ഹോസ്പിറ്റലുകൾ അത് ഹോസ്പിറ്റലിലൊക്കെ ഫോം ചെയ്തതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷെ ഇന്ത്യയിലേക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും എന്താണ്, അവിടെ മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസോട് കൂടിയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങി. അതായത് മോഡേൺ ഫെസിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ സിസേറിയനും ശുചിത്വത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയുള്ള ഹോസ്പിറ്റലാണ് രൂപീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. Then physicians were appointed 1/4. അതാണ് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത് മോഡേൺ ഹോസ്പിറ്റൽ. Then next നോക്കാം, they followed the principles of sanitation and cesarean section were operated. അവിടെ കൃത്യമായിട്ട് അത്തരത്തിലുള്ള തത്വങ്ങൾ പാലിക്കാനായിട്ട് തുടങ്ങി അല്ലെ. നമ്മുടെ സാനിറ്റേഷൻ തത്വങ്ങൾ നമുക്കറിയാം ഹോസ്പിറ്റലിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകളും ഒന്നും അല്ലെ എല്ലാവരിലേക്കും ഒന്നും എത്തിപ്പെടാൻ പാടില്ല. വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിൽ അല്ലെ. ആണോ? മറ്റെല്ലാ പ്ലേസും പോലെയാണോ ഹോസ്പിറ്റലുകള്? അവിടെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഹാൻഡിൽ ചെയ്യാം അല്ലെ. ശുചിത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ വേണം ട്രീറ്റ്മെന്റ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അല്ലെങ്കിൽ എന്താ പറയണ, ഹോസ്പിറ്റലിൽ നിന്ന് രോഗികൾ ആയിട്ട് തന്നെ തിരിച്ചു പോരേണ്ടതായിട്ട് വരും അല്ലെ. വരുന്ന വിസിറ്റേഴ്സ് പോലും രോഗം മേടിച്ച് തിരിച്ചു പോരേണ്ട അവസ്ഥയിലേക്ക് വരും അല്ലെ. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അപ്പൊ അതുകൊണ്ടാണ് അവിടെ ആ ഒരു പ്രിൻസിപ്പിൾസ് ഒക്കെ ഫോളോ ചെയ്ത് തുടങ്ങാനൊക്കെ ആയിട്ട് തുടങ്ങി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ഫിസിഷ്യൻസ് വെയർ അപ്പോയിന്റഡ് 1 for every 10 village to serve the health care needs of the populations. അല്ലെ, നമ്മുടെ ജനസംഖ്യയുടെ ആവശ്യം അനുസരിച്ചുകൊണ്ട് തന്നെ ഹെൽത്ത് കെയറിന്, അതായത് അവിടെ ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു 10 വില്ലേജിലേക്ക് ഒരു ഫിസിഷ്യൻ എന്ന നിലയ്ക്ക് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത്. അതിന്റെ വീണ്ടും പറയുന്നു, ആൻഡ് ദ റീജിയണൽ ഹോസ്പിറ്റൽസ് ഫോർ ദ ഇൻഫേം ആൻഡ് destitute were built by Buddha. Then അതേമാതിരി തന്നെ ബുദ്ധയുടെ നേതൃത്വത്തില് അല്ലെ നമ്മുടെ പ്രധാനപ്പെട്ട രാജാവല്ലേ, ബുദ്ധന്റെ കാലഘട്ടമായതുകൊണ്ട് തന്നെ ആ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹം എന്താണ് ഈ അല്ലെ നമ്മുടെ നിരാലംബർക്കും അല്ലെങ്കിൽ ആരാരും നോക്കാത്ത അല്ലെ ഒരു ദുർബലരായിട്ടുള്ള അഗതികൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ് കൂടുതൽ നിരാലംബർക്കും അഗതികൾക്കൊക്കെ വേണ്ടിയിട്ട് എന്താണ് ബുദ്ധൻ എന്താണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് റീജിയണൽ ഹോസ്പിറ്റൽസ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? 4-5 കാര്യങ്ങള് ഓരോ സെന്റൻസ് മുഖേനയാണ് അത് വിവരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഏതെങ്കിലും പോയിന്റുകൾ കിട്ടാത്തതുണ്ടോ? ഏതെങ്കിലും സെന്റൻസുകൾ ബ്രേക്ക് വന്നിട്ടുണ്ടോ? ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് വായിച്ചു നോക്കേണ്ടതുണ്ടോ? ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. എനിവേ നമുക്ക് നെക്സ്റ്റ്, അധികം സമയമില്ല. ബി സെക്ഷനും കൂടി നമുക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ് നോക്കാം. ഹോസ്പിറ്റൽ ഓഫ് മിഡിൽ ഏജ് 500 to 1580. ആ ഒരു ടൈമിലുള്ള ഒരു സമയം നോക്കാം. അതിലെന്താ പറയുന്നത്? ഹോസ്പിറ്റൽസ് കൺസ്ട്രക്ഷൻ ഇൻക്രീസ്ഡ് ഇൻ യൂറോപ്പ് ഡ്യൂറിംഗ് ദ മിഡിൽ ഏജ് ഫോർ ദ ഫോളോയിങ് റീസൺസ്. അപ്പൊ ആ ഒരു ടൈം ആയപ്പോഴേക്കും നമുക്കറിയാം അല്ലെ, ഒരു മിഡിൽ ഏജ് സമയമൊക്കെ ആയപ്പോഴേക്കും എല്ലായിടത്തേക്കൊക്കെ അല്ലെ ഒരു കുറച്ചും കൂടി എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റ് വികസിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി.
തീർച്ചയായിട്ടും എന്താണ് നമ്മൾ കണ്ടു അല്ലെ, ആദ്യം ഏത് പ്ലേസിലൊക്കെയാണ് ആദ്യം പഴയ കാലഘട്ടങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ പണ്ട് നമ്മള് അല്ലെ അറേബ്യൻ കൺട്രി, റോമൻ കൺട്രി അങ്ങനെയൊക്കെയുള്ള പ്ലേസുകളിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ഫോം ചെയ്തു വന്നത് അല്ലെ. ഇത് ഇങ്ങനെ വന്നപ്പോഴേക്കും യൂറോപ്യൻ മധ്യകാലഘട്ടത്തിലെ ആശുപത്രികളുടെ നിർമ്മാണങ്ങളാണ് അവിടെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത്. അപ്പൊ യൂറോപ്യൻ ആധിപത്യമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത് ഫസ്റ്റ് പോപ്പ് ഇന്നസെന്റ് തേർഡ് in 1198 advised and persuaded wealthy Christians to build a historic hospital in every towns. അതായത് അവിടെ യൂറോപ്യൻ കൺട്രികളുടെ പ്രത്യേകത നമുക്കറിയാം, അവിടെ ക്രിസ്ത്യാനി അല്ലെ, അവിടെ പോപ്പുകൾക്കൊക്കെ വളരെ പ്രാധാന്യമുള്ള ഏരിയയാണ്. അദ്ദേഹത്തിന്റെ അല്ലെ പോപ്പ് ഇന്നസെന്റ് തേർഡിന്റെ കാലഘട്ടമായതുകൊണ്ട് തന്നെ അദ്ദേഹം എല്ലാവരെയും പ്രേരിപ്പിച്ചു. പെർസ്യൂട്ടഡ് എന്ന് പറയുമ്പോൾ പ്രേരിപ്പിച്ചു. എന്താണ്, ആരെയാണ് പ്രേരിപ്പിച്ചത്? വെൽത്തി ക്രിസ്ത്യൻസിന് അല്ലെ, സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ക്രിസ്ത്യൻസിനോട് എല്ലാവരോടും എന്താണ് ഹോസ്പിറ്റലുകൾ ഓരോ ടൗണിലും രൂപകൽപ്പന ചെയ്യാനൊക്കെ ആയിട്ട് പ്രേരണ നൽകി എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് പോപ്പ് ഇന്നസെന്റ് തേർഡ് in 1198, അതായത് 1198 advised and persuaded wealthy Christians to build a hospital in every town. ഓരോ ടൗണിലും എന്താണ് ക്രിസ്ത്യൻ ഹോസ്പിറ്റലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പ്രേരണ നൽകി. Then second point പറയുന്നത് increased revenues were made available from the commerce with the crusaders. ക്രൂസേഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുരിശുദ്ധക്കാരാണ്. അതായത് ആ കാലഘട്ടത്തില് യുദ്ധങ്ങൾ അല്ലെ, നമുക്കറിയാം ക്രിസ്ത്യാനിറ്റിയിലും കുറച്ച് യുദ്ധങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിരുന്ന കാലഘട്ടമാണ്. ആ ടൈമിൽ അപ്പൊ യുദ്ധങ്ങൾ വരുമ്പോ നമുക്ക് നാച്ചുറലി അറിയാം അവിടെ അപകടങ്ങൾ അല്ലെ, കുറെ ഇഞ്ചുറീസ് ഒക്കെ വരാനായിട്ടും അവിടെ എല്ലാവർക്കും പരിചരണമൊക്കെ കൊടുക്കേണ്ട ഒരു ആവശ്യകത വരുന്നു. ദെൻ അവിടെ അപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു ആവശ്യകത വരുന്നു. അവിടെ വാണിജ്യപരമായിട്ട് തന്നെ ഹോസ്പിറ്റലൊക്കെ ഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നു. In contrast, in Asia and Africa during the same period, construction of effective and efficient hospitals was pressed forward by the rule and the crusaders. അപ്പൊ എന്താണ് ക്രൂസഡർ എന്ന് പറയുന്നത്? കുരിശുയുദ്ധക്കാരുടെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. കുരിശുയുദ്ധം എന്നൊക്കെ പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരു യുദ്ധത്തിന്റെ ഒരു ഇതാണ് അല്ലെ. ഇപ്പൊ ഹിന്ദുസില് കുറെ കുരുക്ഷേത്ര യുദ്ധം അങ്ങനെയൊക്കെ പറയാല്ലേ എന്ന് പറഞ്ഞ മാതിരി തന്നെ ക്രിസ്ത്യാനിറ്റിയിലും അങ്ങനെ ഒരു കുരിശു യുദ്ധം ഉണ്ട്. അപ്പൊ ആ കാലഘട്ടത്തില് പോപ്പിന്റെ ഇതിന്റെ ഉള്ള സമയ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ കുരിശുദ്ധമൊക്കെ ഡെവലപ്പ് ചെയ്തു വന്നിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം യുദ്ധമൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇഞ്ചുറീസ് ഒക്കെ ധാരാളം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവിടെ എന്താണ് ഹോസ്പിറ്റലിന്റെ ആവശ്യകതയൊക്കെ അവിടെ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഡ്യൂറിംഗ് ദ സെയിം പീരീഡ് കൺസ്ട്രക്ഷൻ ഓഫ് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഹോസ്പിറ്റൽസ് വാസ് പ്രസ്ഡ് ഫോർവേഡ് ബൈ ദ റൂൾസ് ആൻഡ് ദ ക്രൂസേഡേഴ്സ്. അപ്പൊ ഇത്തരത്തിലുള്ള യുദ്ധക്കാർക്ക് അല്ലെ യുദ്ധം വരുന്നത് കൊണ്ട് തന്നെ അവരുടെ കൂടുതൽ പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ ഫോം ചെയ്യാനായിട്ട് അല്ലെ രൂപീകരിച്ച് വരാനൊക്കെ ആയിട്ട് തുടങ്ങി എന്നുള്ളത്. അതായത് ഇത് ഈ ഒരു കാലഘട്ടത്തില് നമ്മുടെ ഇന്ത്യയെ കുറിച്ചിട്ടല്ല അവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ഇവിടെ യൂറോപ്യൻ കൺട്രിയുടെ ആ ഭാഗത്തുള്ള ഹോസ്പിറ്റൽസിന്റെ ഫോർമാലിറ്റി അവിടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ എടുത്ത് പറയുന്നത്. ഇതിൽ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും കാണാറില്ല, ജസ്റ്റ് വായിച്ചു വിടുക. ഓക്കെ, ക്ലിയർ ആണോ? അത് ശരിക്കും പറഞ്ഞാൽ ലാറ്റിനും കാത്തലിക്കുമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ ഒരു ഇതാണ് കുരിശുയുദ്ധത്തിൽ വരുന്നത്. അവരുടെ നേതൃത്വത്തില് അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടൊക്കെ കൂടിയിട്ടുള്ള ഒരു യുദ്ധമാണ് കുരിശുയുദ്ധം, ക്രൂസേഡേഴ്സ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. ഓക്കെയാണോ? ഓക്കെ, ഇതാണ് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്തിരി കൂടി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി മനസ്സിലാവുന്ന ഒരു രീതിയിലേക്ക് എത്തും. അതായത് നമ്മൾ പഠിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തും. സുശ്രുത, ചർക്ക, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അല്ലെ, അക്ബറിന്റെ പീരീഡ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അവിടേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുന്ന ഒരു രീതിയാണ്. എനിവേ ഇന്ന് എടുത്ത പോർഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും ക്ലിയർ വായിക്കുന്നുണ്ടോ? നമുക്ക് ചോദിക്കാം. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഭാഗത്ത് ഹായ് മാം, ഈ ഡൗട്ട് ചോദിച്ചോട്ടെ? ഇന്ത്യൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ അതില് എഴുതിയിട്ടുണ്ട്
to serve the healthcare needs of the population, and regional hospitals for the infirm and the destitute were built by Buddha. പക്ഷെ ബുദ്ധൻ അശോകന് മുമ്പ് ഉണ്ടായ ആളല്ലേ? അപ്പൊ ബുദ്ധൻ ബിൽഡ് ചെയ്ത് എങ്ങനെ പറയാം? അല്ല, അത് അശോകന് മുമ്പുള്ളതാണെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പരിഗണനയൊന്നും കൊടുക്കുന്നില്ല അല്ലെ? നമ്മുടെ രാജാക്കന്മാരെ അങ്ങനെയാണല്ലോ, അവര് ഭരിച്ചു പോകുന്നു. നിരാലംബർക്കും പാവപ്പെട്ടവരെയും കൺസിഡർ ചെയ്യുന്നില്ല എന്നല്ല, കിങ് അശോകൻ കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഹോസ്പിറ്റൽ ഫോം ചെയ്ത വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധനാണ്. ചിലര് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, ആദ്യം മാം അൺമ്യൂട്ട് ആക്കിയില്ലായിരുന്നല്ലോ. അപ്പൊ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോ കണ്ടത് ബുദ്ധൻ ഇങ്ങനെ ഹോസ്പിറ്റൽസ് ഒന്നും ബിൽഡ് ചെയ്തിട്ടില്ല, ചിലപ്പോ ഇൻഫ്ലുവൻസ് ആയതായിരിക്കും, അങ്ങനെയാണ് കണ്ടത്. അതെ, നമുക്കും ഇന്നത്തെ അങ്ങനെയാണ്, ഇൻഫ്ലുവൻസിലാണ്. അദ്ദേഹമാണല്ലോ പൊതുവെ പാവപ്പെട്ടവർക്ക് നിരാലംബർക്കും വേണ്ടി പ്രവർത്തിച്ചൊരു വ്യക്തിയാണല്ലോ ബുദ്ധൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസിൽ പ്രചോദനത്തിൽ ഒരു പ്രേരിതമായിട്ട് തന്നെ ഏതെങ്കിലും ഫോം ചെയ്തിട്ടുണ്ടാവും സംഘടനാ രൂപത്തിലോ. പക്ഷെ അദ്ദേഹമായിരിക്കും അതിന്റെ ഒരു കോർഡിനേറ്റർ, അദ്ദേഹത്തിന്റെ കീഴിലായിരിക്കും ഈ ഒരു ഹോസ്പിറ്റൽ ഫോം ചെയ്തിരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. വേറെ എന്തെങ്കിലും? ഓക്കെ, നമുക്കിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇങ്ങനെ എടുത്താൽ മതിയോ ക്ലാസ്? ഹിസ്റ്ററി ആയതുകൊണ്ട് ഇച്ചിരി പോറായിരിക്കും. ഇങ്ങനെ എടുത്താൽ മതിയോ ക്ലാസ്? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. താങ്ക് യു. താങ്ക് യു മാം. It's